അപ്പോൾ നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇന്നത്തെ മീൻകറി തയ്യാറാക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആ ചെറുള്ളി ഇത് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറുള്ളി നന്നായി വഴറ്റി റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് മറ്റ് സാധനങ്ങൾ കൂടി ചേർക്കണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എന്നിട്ട് നന്നായി വഴറ്റണം. വാടിയ ചെറിയ ഉള്ളിയിലേക്ക് നമ്മൾ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി വഴറ്റണം. നന്നായി വഴറ്റിയതിന് ശേഷം തക്കാളി ചേർക്കണം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറുതായി അരിഞ്ഞ തക്കാളി അതിലേക്ക് ചേർക്കണം. ഇനി ഇതും നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് മറ്റ് 1 സ്പൂണ് കാശ്മീരി ചില്ലി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത മസാലകളെല്ലാം ഒരു 2 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. മസാലകൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൻ്റെ ഒരു എണ്ണ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് നല്ല ചൂടാക്കിയ വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുടംപുളിയോ അല്ലെങ്കിൽ ആവശ്യത്തിന് നാടൻ പുളിയോ ഏത് വേണമെങ്കിലും അതിലേക്ക് ചേർക്കാവുന്നു. ഞാനിതിലേക്ക് കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യക്കാർ ഓരോരാൾക്ക് താല്പര്യം അനുസരിച്ച് നാടൻ പുളി വേണമെങ്കിൽ ചേർക്കാം, കുടംപുളി വേണമെങ്കിൽ ചേർക്കാം, ഏത് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതൊന്ന് തിളപ്പിക്കണം. നന്നായി തിളക്കുന്നത് വരെ നല്ലോണം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒരു 2 ഗ്ലാസ്. ഗ്രേവി കുറയുന്നതോടും അതിന് ടേസ്റ്റ് കൂടി വരും. ഇതിലേക്ക് 1 സ്പൂൺ കല്ലുപ്പ് മാത്രമാണ് ചേർക്കുന്നത്. 1 സ്പൂൺ മതിയാവും. ഇതിലേക്ക് നമ്മൾ മീൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് തിളപ്പിക്കണം. അപ്പോൾ നമ്മൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് ഇങ്ങനെ മീൻകറി റെഡിയായി.